എന്തോ നാടാ ഇത്? രാവിലെ തന്നെ വലിച്ചു കയറ്റുവാണോ? ആര് വലിച്ചു കയറ്റുന്നു? പുറത്തേക്ക് തള്ളുവല്ലേ? ദാ ഒന്ന് തള്ളി നോക്കുന്നോ? ഏയ് വേണ്ട. വരാറായില്ലേ? ഇപ്പൊ എത്തും. നീ പറയണ വലിക്ക്. എന്നാരണം നോക്കാം. എന്തു പറ്റി? ഏയ് ഒരു മൂടില്ല. എന്നാ പിന്നെ ഇതാവോ ഒരു മൂടിന്? Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. ഒടുക്കത്തൊരു മുന്നറിയിപ്പ് കാരണം ഒരു സാധനം വായിലോട്ട് വയ്ക്കാൻ പറ്റില്ല. ഒരുമാതിരി കോപ്പില അളിയാ. അളിയാ ചാരക്കാടാ. ഇതാണോ നീ പറഞ്ഞ മധുര 17? ഇതും 17 കഴിഞ്ഞിട്ടാ ഇത്രയായത്. മോളകത്തോട്ടിയല്ലേ? മോളോ? അളിയാ ഞാൻ ആദ്യം കേറാം. കാശ് കാശ് എന്റെ ഉണ്ടാ, ഞാൻ തരാടാ. എന്നാ പൊട്ടിക്ക്. അവിടെ ഇരി. വായിലോട്ട് എന്താ വെച്ചാൽ അപ്പ കാണിച്ചോണ ഒരു മുന്നറിയിപ്പ്. കോപ്പ്. അളിയാ ചെല്ലി. ഞാൻ പോട്ടെ അളിയാ. എന്തോ ഈ നോക്കുന്നേ? അല്ല എന്തെങ്കിലും എഴുതി കാണിക്കുന്നു നോക്കിയതാ. എന്ത്? ഒന്നുമില്ല. അല്ല എന്താ ഇത്? ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഒരു മുന്നറിയിപ്പ് പോലെ. അല്ല അപ്പൊ ഇത് എഴുതി കാണിക്കില്ലേ? സാധാരണ വാ തുറക്കുമ്പോ ഒരു മുന്നറിയിപ്പ് പോലെ വരുന്നതെല്ലാം. അത് നോക്കിയിരുന്നാലേ എനിക്ക് വേറെ പണിയുണ്ട്. അയ്യോ എന്തോ നാടാ. എടാ ഇതിനും ഉണ്ടോ മുന്നറിയിപ്പ്, പക്ഷെ എഴുതി കാണിക്കില്ല. എന്താ അവിടെ എഴുതി കാണിക്കാത്തെ? അല്ല എന്തെഴുതി കാണിക്കാനാ? രണ്ടുപേരും കൂടെ കിടക്കുമ്പോ സൈഡിൽ ലൈംഗിക ബന്ധം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? ലൈംഗിക ബന്ധം ഒരു കലയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് മതി നിങ്ങളൊരു രോഗിയാക്കാൻ. ഒരു വലിയ രോഗി. അല്ല പിന്നെന്താ എഴുതി കാണിക്കാത്തെ? സർക്കാരിന് പ്രയോജനമുള്ളിടത്തല്ലേ മുന്നറിയിപ്പ് ഉണ്ടാകൂ.
മദ്യം ഒഴിക്കല്ലേ എന്ന് പറഞ്ഞ് മദ്യപാനികളെ കൂട്ടി, പുക വലിക്കരുത് എന്ന് പറഞ്ഞ് പുകവലിക്കാരെ കൂട്ടി. ഇനി ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഇവരുടെ എണ്ണം കൂട്ടണോ? ഓ ഉണ്ടോ? എന്ത്? ആ പറഞ്ഞ മുന്നറിയിപ്പേ. താമസിപ്പിക്കണ്ട. ഇനിയൊരു ഉപദേശം. സോറി, ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു മുന്നറിയിപ്പ്. ഇതുപോലുള്ള നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. സൗഹൃദം ഒരളവ് വരെ നല്ലതാണ്, അധികമായാൽ